ഒരു വീഡിയോ പറയുന്നത് എസ്പെഷ്യലി പുതിയ വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതെ. അനിയർക്കാ ഇപ്പൊ GST ഒരു മാറ്റം വന്നു കേട്ടോ. എന്താ നിങ്ങളതിനെ പറ്റിയുള്ള അഭിപ്രായം? GST വന്ന മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പുതിയ വാഹനങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങൾക്ക് പ്രൈസ് നന്നായിട്ട് കുറയുന്നുണ്ട്. അത് നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാല് പുതിയ വാഹനങ്ങളുടെ വില കുറഞ്ഞിട്ട് ആളുകൾ വാഹനങ്ങൾ എടുക്കാതെ ലാഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു വീഡിയോ പറയുന്നത് എസ്പെഷ്യലി പുതിയ വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പുതിയ വാഹനങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി പ്രൈസ് ഒക്കെ അത് എഫക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് വാഹനങ്ങൾ പ്രൈസ് കൂടാൻ കമ്പനിക്കാർ അവരുടെ പ്രോഫിറ്റ് കൂട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് VXi ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഫീച്ചറൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു പഴയൊരു പ്രൈസിങ്ങിലേക്ക് എത്തിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. മാരുതി നല്ല എല്ലാ ബ്രാൻഡും, ഹ്യുണ്ടായി ആണെന്നുണ്ടെങ്കിലും ടൊയോട്ട ആണെന്നുണ്ടെങ്കിലും എല്ലാ ബ്രാൻഡ്സും അതിന്റെ പ്രൈസ് ഹൈക്ക് ആവാനുള്ള ചാൻസും കൂടുതലുണ്ട്. അത് ചിലപ്പോൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പ്രൈസ് ഇൻക്രീസ് വരുന്നുണ്ടാവുക, ചിലപ്പോൾ ഒറ്റയടിക്ക് കൂട്ടും. കാരണം അവരുടെ നിന്ന് ഇപ്പം അടുത്ത് ലാസ്റ്റ് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഒരു സേഫ്റ്റിയും കൂടി അവർക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ യൂസ്ഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ പുതിയ വാഹനങ്ങളുടെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂസ്ഡ് വാഹനങ്ങൾ നമ്മളിപ്പോൾ പ്രൈസ് കുറച്ചിട്ടാണ്. കാരണം നമുക്ക് തന്നെ അറിയാം ഒരുപാട് വാഹനങ്ങൾ നമ്മളിപ്പോൾ പഴയ പ്രൈസിലേറെ പ്രൈസ് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ വിൽക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങൾ വില കുറഞ്ഞ് കിട്ടുമ്പോൾ ഒരിക്കലും അതേ പ്രൈസിന് ഒരാളും യൂസ്ഡ് കാർ എടുക്കില്ല. അതിലെന്താണെങ്കിലും 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപന്റെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ യൂസ്ഡ് വാഹനങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ യൂസ്ഡ് ആണെങ്കിലും ന്യൂ കാർ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിന്റെ മാറ്റത്തോട് കൂടിയിട്ട് വാഹനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ഒന്നും പോസ്റ്റ്പോൺ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പ്ലാന് പ്രൊസീഡ് ചെയ്തോളൂ.